എന്നാ മണമല്ലേ ഉള്ളിപ്പൂവിൻ്റെ മണം. ഒറിജിനൽ അപ്പച്ചനാണ് ഇവിടെ ഉള്ളിത്തോട്ടം നോക്കുന്നത്. കറിവേപ്പിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഉള്ളിക്കൃഷി. ഇനി കിളയ്ക്കാൻ പോകാൻ തോന്നുന്നു. അവിടെ വേറെ ഉള്ളി നടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അവിടെ വരുമെന്ന് പയ്യെ നടന്നു പോയിട്ട് വരാം. ഇതായിരിക്കാ அப்படியா? இது வந்து என்ன அந்த பூவா? அதுக்கு பூவா? சரி சரி. இப்போ இது வந்து பெருசாகும்போது இதெல்லாம் வெளியில போயிடும். அப்படியா? என்ன கலர் வரும் இது? இது மஞ்சள் கலர் ஆகும். ஆமாம். அதுக்கப்புறம் இது பிடுங்கி கடையில் கொடுக்குமா? கடையில் கொடுക്കുന്നതിന് முன்னாடி என்ன பண்ணும்? மிஷின் வச்சு அரைச்சி சோளமாக கடை രണ്ട് ഇത് இருக்குல்ல, ഒരു ചെടിയിലെ രണ്ടെണ്ണം വരും. ரெண்டும் வரும், ஒன்றும் வரும். என்ன சாப்பிட்டு இருக்கு? சாப்பாடா? சாப்பாடு அரிசி சாப்பாடு. அப்படியா? காலையில் டிஃபன் எதுவும் எடுத்துட்டு வரல? இட்லி தோசை வீட்லேயே சாப்பிட்டு. சரி சரி. இப்போ நைட் இங்கே யாரும் பார்க்க வேண்டாம். நைட்டில் இங்கே இருக்க முடியாது. நிறைய பாம்பு நிறைய வரும். அப்படியா? ஆமாம், தண்ணி எல்லாம் இருக்கிறதுனால நிறைய பாம்பு வரும் இதுக்குள்ள. பகலில் தான் வந்து பார்த்துக்கணும். இது எங்கே கொண்ட சேல் பண்ணுது இந்த உள்ளி எல்லாம்? வந்து உள்ளி மார்க்கெட்டு இங்கே மார்க்கெட்டுக்கா? சங்கரன் கோயில் இருக்குது, கலர்மலை இருக்குது, கோயில்பட்டி. அங்கே எவ்வளோ கிடைக்கும்? ஒரு கிலோவுக்கு 50 ரூபா 60 ரூபா கிடைக்கும். 5000 வந்து அது மக்காச்சோளம் 5000 கிடையாது, அது வேற. அது ஆமாம். என்னாச்சு, கரண்ட் இல்லையா? கரண்ட் இல்லை. கரண்ட் இப்படி தான் அடிக்கிறதோட கரண்ட் போயிடும். இதுக்கு அந்த சைடு அந்த நாரகம் அது வந்து அது இங்கே எங்களுக்குள்ள வெளியில கொண்டு கொடுக்குமா? ஆமாம், வெளியில் நல்லா காய்க்கும்ல, அப்போ வெளியில் வந்து. உள்ளிப்பூ ஆயிருக்கு, கொஞ்சம் தான் ஆயிருக்கு. ஆமாம், குறைச்சே உள்ளு. மஞ்சள் மஞ்சள். ஆமாம். இது எப்படி அது வந்து கடையில் கொண்டு கொடுக்குமா? கடையில் வீட்டுக்காக. இது என்ன அது? இது வந்து இந்த கொலை பேர் வாழை அல்ல, அது என்ன இது பழம்? அந்த என்ன பழம் இது? இது வந்து കർപ്പൂരവള്ളിയാ. വെള്ളം എടുത്ത് വരഞ്ഞ് ഇതുവഴി ഇങ്ങനെ കൊണ്ടുവരും. ഇതുവഴി കൊണ്ടുവന്ന് കണ്ടോ, ഇതുവഴി എല്ലാം ഇട്ട് ഇങ്ങനെ. ഇന്നിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് ഉള്ളിപ്പോവായി, പക്ഷെ ബാക്കി ഒന്നും വളർന്നിട്ടില്ല. അതാണ് ചെയ്യുന്നത്. നാളായിട്ട് ഇത് பெரிய உள்ளி ஆகுறதுக்கு இது 3 மாதம். 3 மாதம் ஆகுமா? சரி சரி. இன்னும் 1 மாதத்தில். இப்போ நட்டுட்டு எவ்வளோ நாள் ஆயிடுச்சு? 2 மாதம். 2 மாதம் ஆயிருக்கா? இன்னும் 1 மாதத்தில் எடுக்கலாம். அப்பச்சன் தனியாக இருக்கா இங்க? நீங்கள் தனியாக இங்கே இருக்கா? இல்லை இல்லை இல்லை. இது வந்து உங்களுக்குள்ள ரூமா? அது வந்து இந்த ரூம். சரி சரி. ഉള്ളിക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. ഉള്ളി കറക്റ്റാകാൻ വേണ്ടിയിട്ട് ഇടതുവഴി ഒരു ചാലുണ്ട്. ആ ചാലിൽ കൂടെ വെള്ളം ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് മത്തയൊക്കെ ഉണ്ട് കേട്ടോ. മത്ത, നാരകം എല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകത്തില്ല. മൊത്തം അപ്പച്ചൻ ഈ വെള്ളം ആക്കി വിട്ടേക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ മുളക് നട്ടിട്ടുണ്ട്. ഇടയിലിടയിൽ മുളക് വെച്ചിരിക്കാ. വെങ്കായത്തെ പറിച്ച ഉടനെ அந்த മുളക് തൊട്ടുണ്ട്. ശരി. ഇതായില്ലേ? ഉള്ളി ശരിക്കും പറഞ്ഞാൽ ആയിട്ടില്ല. ഇതെന്നാ മുളകാ? മുളകല്ലേ? അപ്പോൾ മുളകുണ്ട്. മുളകിൻ്റെ തോട്ടമാണ് ഇപ്പോൾ കണ്ടോ. മുളകാ തോട്ടം. ഇപ്പം നട്ടതേ ഉള്ളോ? പിന്നെ അത് കഴിഞ്ഞ് ഉള്ളിത്തോട്ടം മഞ്ഞളൊക്കെ ഉണ്ട്. മഞ്ഞളും ഉള്ളിത്തോട്ടം ഉണ്ടാവും. 1 2 3 4 മുഴുത്ത കപ്പളങ്ങ ആയിട്ട് വരുന്നത് 2-3 എണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം വെറും പിഞ്ച പൊട്ട ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നന്നായിട്ട് നോക്കിയാലേ, കുറച്ച് വലുതായാലേ അറിയത്തുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എന്നാണെന്നുള്ളത്. ഈ കപ്പളങ്ങയുടെ എന്ത് നാരങ്ങായ!
കൊല കൊലയായിട്ട് കിടക്കുക. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലോട്ട് നോക്കി, ഇത് കണ്ടോ പച്ച നാരങ്ങ ഇതുപോലെ തന്നെ വലിപ്പമുള്ളതാണ്. അപ്പം അതിൻ്റെ അതുകൂടെ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, പച്ചയാണേലും പഴുത്തതാണേലും മൊത്തം എൻ്റെ കറയാണ് എൻ്റെ ഉടുപ്പേ മുഴുവൻ. പച്ചയാണേലും പഴുത്തയാണേലും കണ്ടോ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമുള്ള ഒരു നാരങ്ങ തോട്ടമാണ്. നാരങ്ങ എല്ലാം വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള നാരങ്ങയാണ്. അപ്പോൾ ഇന്നാളിൽ കാണിച്ച ചെറിയ നാരങ്ങയാണ്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ളതാണ്. ഇതുകൂടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര കട്ടിയാണ്, ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. പഴുത്ത നാരങ്ങയുടെ തൊലിക്കാണ് വളരെ കട്ടി കുറവ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കടിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ അടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ട്. പക്ഷേ ഇതെല്ലാം മുള്ളാണ്, നമുക്ക് പറിക്കാൻ ഭയങ്കര പാടാണ്. അത് നിലത്ത് വീഴുമ്പോഴാണ് ഇവരിത് പറിച്ചെടുക്കുന്നത്. ഹായ്, നല്ല നാരങ്ങ, മഞ്ഞ കളറുള്ള നാരങ്ങ സൂപ്പറായിട്ടുണ്ട്.